ഒരു റൈറ്റ് വിങ് എക്സ്ട്രീമിസ്റ്റുകൾക്ക് കുറെ കൂടി പ്രാമുഖ്യം കിട്ടുന്നു എന്നുള്ളത് പറഞ്ഞു. ഈ പുതിയ കാലഘട്ടത്തിനനുസരിച്ച് ചില ത്രെട്ട് ഉണ്ടാവും, ചാലഞ്ച് ഉണ്ടാവും. അത് അവർ എങ്ങനെ അതിജീവിക്കുന്നു എന്നനുസരിച്ചിരിക്കും. ഇപ്പോൾ ഡെമോക്രസിക്ക് വേണ്ടി ഇപ്പോൾ ടുണീഷ്യയും ഈജിപ്തും ആ ഡെമോക്രസി പിന്നീട് അട്ടിമറിക്കപ്പെട്ടില്ലേ. ഇപ്പം ശശി തരൂരിനെ മുൻനിർത്തിക്കൊണ്ട് അത്തരത്തിലൊരു മൂവ്മെന്റ് വരും എന്ന് പറഞ്ഞപ്പോൾ യു കാൺ ടെൽ ട്രൂത്ത്, വെരി ഡേഞ്ചറസ്. അത് സോക്രട്ടീസിനും ജീസസിനും സത്യം പറഞ്ഞ എല്ലാവർക്കും പ്രോഫറ്റ്സിനും മാർഷ്യോലിയന്മാർക്കും എല്ലാവർക്കും നേരിട്ടില്ല. എന്റെ ചോദ്യം ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നത്, ഡെലിബറേറ്റ്ലി അല്ല കാതറിക്ക് അത് പറയാൻ ചില പരിമിതികളുണ്ടാവും, സാധ്യതകളുണ്ടാവും. ഞാൻ പറയേണ്ടൊക്കെ ഞാൻ പറയും. ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു കോസ് വിഭജിച്ച് കഴിഞ്ഞപ്പോൾ ഒന്നേ കാണാനുള്ളൂ. വാട്ട് ഹാപ്പൻസ് ദി അതർ സൈഡ്? പലസ്തീൻ അവിടെ പോയി. ഒരു പലസ്തീനെങ്കിലും ഒരു സ്വതന്ത്ര പലസ്തീൻ വേണ്ടേ? ഈ ബ്രിട്ടീഷുകാർക്കും അമേരിക്കക്കാർക്കും ജൂതന്മാർ എത്ര ഇഷ്ടമാണെങ്കിൽ എന്തിനാ അവരെ അങ്ങോട്ട് കയറ്റി അയച്ചു? എസ്കലേറ്റർ ആണെങ്കിൽ എസ്കലേറ്റർ ചലിക്കും, നിങ്ങൾ വെറുതെ നിന്നാൽ മതി. അതാണ് എനിക്ക് കഥസാഹിബിനോട് സംസാരിക്കാൻ ഇഷ്ടം. ചോദ്യത്തിൽ എന്ന് പറയുമ്പോൾ എസ്കലേറ്ററിലേക്ക് എത്തിയപ്പോൾ സുധാകരനും വലിയ പരാജയമായിത്തീരുന്നു, അതുപോലെ തന്നെ വി ഡി സതീശനും പരാജയമായിത്തീരുന്നു. ഇത് എന്റെ മാത്രം അഭിപ്രായമല്ല, പൊതുവിലുള്ള ജനങ്ങൾ പലരുമായിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഒരു നിഗമനത്തിൽ എത്തി വരികയാണ് ഇപ്പോൾ ഇവിടെ. അല്ല, പല നേതാക്കന്മാരും പരാജയമാണെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ. നോർവേയിലും ഫിൻലൻഡിലും പോയിട്ട് എഡ്യൂക്കേഷൻ വല്ലതും പഠിച്ചോ? വെള്ളപ്പൊക്കം നിയന്ത്രിക്കുന്നത് എങ്ങനെയെന്ന് പഠിച്ചിട്ട് വല്ലതും ഇംപ്ലിമെന്റ് ചെയ്തോ? നമ്മളെവിടെ നിൽക്കുന്നു? കഴിഞ്ഞ പ്രാവശ്യം എന്താണ് പാർലമെന്റ് ഈ നിയമസഭാ ഇലക്ഷനിൽ മാറി? നിയമസഭാ ഇലക്ഷനിൽ ഞാൻ മാറിയെന്നില്ലല്ലോ, മത്സരിച്ച് തോറ്റല്ലേ ഗുരുവായി. ഈ പാർലമെന്റിൽ ഇപ്പോൾ ഒരു സീറ്റ് കൂടി കൂടുതൽ ചോദിക്കുമെന്ന് കേൾക്കുന്നു. എന്താണ് അതൊക്കെ പാർട്ടി ചോദിച്ച് വാങ്ങുകയാണെങ്കിൽ വാങ്ങിക്കോട്ടെ. പാർട്ടി ലീഡർഷിപ്പ് അതിനെക്കുറിച്ചൊരു തീരുമാനം എടുക്കും. ഈ CPM വളരെ പ്രണയപരവശയായിട്ട് ഇപ്പൊ ഒരു ചെറുപ്പക്കാരനാണെങ്കിൽ നോക്കായിരുന്നു, വയസ്സായ ഒരു വൃദ്ധന്റെ ഈ ഗദരൊക്കെ പറഞ്ഞപ്പോൾ ഇപ്പോൾ ഇന്റർനാഷണൽ പൊളിറ്റിക്സ് പറഞ്ഞപ്പോൾ ഒരു റൈറ്റ് വിങ് എക്സ്ട്രീമിസ്റ്റുകൾക്ക് കുറെ കൂടി പ്രാമുഖ്യം കിട്ടുന്നു എന്നുള്ളത് പറഞ്ഞു. അതിപ്പോൾ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഫ്രാൻസിലാണെങ്കിലും ബാക്കിയുള്ള ഈവൻ സ്വീഡൻ വരെയുള്ള രാജ്യങ്ങളിലൊക്കെ ആണെങ്കിലും അത്തരത്തിലുള്ള വലിയ ഉദയം ചെയ്യലുകളുണ്ട്, അല്ലെങ്കിൽ അവരുടെ നമ്പർ കൂടി വരുന്നുണ്ട്. ഇതുപോലെ തന്നെയല്ലേ ഗദർക്ക് ഇപ്പോൾ ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഇസ്ലാമിക് രാജ്യങ്ങൾ എന്ന് വിളിക്കുന്ന രാജ്യങ്ങളിലൊക്കെ വലിയ ലിബറേഷൻ മൂവ്മെന്റുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇറാനിൽ വലിയ പ്രൊട്ടസ്റ്റുകൾ നടന്നു. നമുക്കറിയാം ഹിജാബ് ധരിക്കുന്നതിന് നമ്മുടെ വൈരുദ്ധ്യം എന്ന് പറയുന്ന ആ സമയത്താണ് ഇവിടെ ഹിജാബ് വേണം എന്ന് പറയുന്ന പ്രക്ഷോഭം നടക്കുന്നത്, അവിടെ ഹിജാബ് വലിച്ചെറിഞ്ഞുകൊണ്ടുള്ള പ്രക്ഷോഭം നടക്കുന്നത്. ഇതെല്ലാ രാജ്യങ്ങളിലും ഇപ്പോൾ സൗദി അറേബ്യയിൽ ചില മാറ്റങ്ങളുണ്ട് എന്ന് പറയുന്നു. എന്നേക്കാൾ നന്നായി തീർച്ചയായിട്ടും കാതർക്ക് അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഇത്തരത്തിലുള്ള? അല്ല, അതെന്താണെന്ന് വെച്ചാൽ ഏത് ഒരു ഫിലോസഫി ആയാലും ഈ പുതിയ കാലഘട്ടത്തിനനുസരിച്ച് ചില ത്രെട്ട് ഉണ്ടാവും, ചാലഞ്ച് ഉണ്ടാവും. അത് അവർ എങ്ങനെ അതിജീവിക്കുന്നു എന്നനുസരിച്ചിരിക്കും. ഇപ്പോൾ ഡെമോക്രസിക്ക് വേണ്ടി ഇപ്പോൾ ടുണീഷ്യയും ഈജിപ്തും ആ ഡെമോക്രസി പിന്നീട് അട്ടിമറിക്കപ്പെട്ടില്ലേ. അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ അമേരിക്ക ഇമ്പീരിയലിസം തന്നെയാണ്. അമേരിക്കൻ ഇമ്പീരിയലിസം പൊതുവെ ഇമ്പീരിയലിസ്റ്റ് ശക്തികളുടെ ഇൻഫ്ലുവൻസിലാണ് കാര്യങ്ങളൊക്കെ ഇപ്പോഴും നടന്നു കാണുന്നത്. ആകാശവും ഭൂമിയും കരയും കടലും ഒക്കെ അവരുടെ സൈനിക താവളങ്ങളാക്കി മാറ്റി എല്ലാ രാജ്യങ്ങളിലും അവർ ഓപ്പറേറ്റ്. ഏതാണ്ട് ഡിസംബർ 30 ഈ ദിവസമാണ് സദ്ദാം ഹുസൈനെ വന്നത്, തൂലിക്ക് വന്ന ദിവസമാണ്. ഫോർ വാട്ട്? കയ്യിൽ ഒരു മരുന്നുണ്ടായിരുന്നില്ല, ഒരു വെടിമരുന്ന് ആണുങ്ങളായിരുന്നില്ല, നുണപ്രചരണത്തിനാണ് വന്നത്. അപ്പോൾ ഇത് സത്യാനന്തര കാലഘട്ടം നമ്മൾ പറയില്ലേ, പോസ്റ്റ് ട്രൂത്ത്. ആ പോസ്റ്റ് ട്രൂത്ത് ഏജ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ സത്യത്തിനൊരു പ്രസക്തിയില്ല. നിങ്ങൾ ഞാനൊക്കെ സുഖമായിട്ട് നടക്കുന്നത് സത്യം പറയാത്തതുകൊണ്ടാണ്. നമ്മൾ അല്പസ്വല്പം ഒന്നുകിലും മിണ്ടാതിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ കളവ് പറയുന്നു, അല്ലെങ്കിൽ കളവ് പറയുന്നു, അല്ലെങ്കിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. ഇന്നിപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ സുഖമായിട്ട് നടക്കുന്നുണ്ടല്ലോ. എല്ലാ പാർട്ടികളിലും പുറത്തും ഒക്കെ ഉള്ള മനുഷ്യർ സുഖമായിട്ട് ജീവിക്കുന്നത് അവർ സത്യം പറയില്ല എന്നുള്ളതുകൊണ്ടാണ്. സത്യം പറഞ്ഞാൽ അന്ന് മുതൽ അവൻ്റെ കഷ്ടകാലം ആരംഭിച്ചു. യു കാൺ ടെൽ ട്രൂത്ത്, വെരി ഡേഞ്ചറസ്. അത് സോക്രട്ടീസിനും ജീസസിനും സത്യം പറഞ്ഞാൽ എല്ലാവർക്കും പ്രോഫറ്റ്സിനും മാർഷ്യോലിയന്മാർക്കും എല്ലാവർക്കും നേരിട്ടില്ല. അപ്പം നുണ പറയുക, നുണയുടെ ഫാക്ടറികൾ ഇപ്പോൾ ഇന്ത്യയിലൊക്കെ ഒരുപാട് വ്യാവസായികമായിട്ട് ഉയർന്നു. നുണ ഫാക്ടറി, പണം കൊടുത്തിട്ട് അപ്പോയിൻ്റ് ചെയ്തിട്ടുള്ള ജീവനക്കാർ നുണ കഥകൾ എഴുതാൻ, പുതിയ പുതിയ കഥകൾ അതായത് പൊളിറ്റിക്കൽ സിറ്റുവേഷൻ അനുസരിച്ച് എഴുതി ഉണ്ടാക്കിയിട്ട് നോളജ് സൊസൈറ്റിയായി, ജ്ഞാന സമൂഹമായി. പിന്നെ റോബോട്ടിക്സിൻ്റെ കാലം വന്നു. പിന്നെ ഈ ആർക്കിയോളജി, ഹിസ്റ്ററി, പാലിയൻറ്റോളജി, ആന്ത്രോപോളജി, ലിംഗ്വിസ്റ്റിക്, ജനറ്റിക്സ് ഇതൊക്കെ വന്നിട്ട് മനുഷ്യവംശത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് തന്നെ ഒരു പൊതു നിഗമനത്തിലെത്തി. ഔട്ട് ഓഫ് ആഫ്രിക്ക എന്ന് പറഞ്ഞ തിയറി വന്നു, അവിടെയാണ് മനുഷ്യരുണ്ടായതെന്ന് വന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ
പിന്നെ ഈ 3 ലാംഗ്വേജ് ഗ്രൂപ്പിൽ നിന്നാണ് ലോകത്തെല്ലാ ഭാഷകളും ഉണ്ടായതെന്ന് തോന്നുന്നു. അപ്പോൾ ആദിമ മനുഷ്യരൊക്കെ ആഫ്രിക്കയിലാണെന്ന് തോന്നുന്നു. അതൊക്കെ കൺഫേംഡ് ആയിട്ട് ഇങ്ങനെ വെച്ചിരിക്കുക. ജനറ്റിക്സ് നോക്കിയാൽ നിങ്ങളിൽ എത്ര ശതമാനം ആഫ്രിക്ക ഉണ്ടെന്നും കസാക്കിസ്ഥാൻ ഉണ്ടെന്നും ഇപ്പം മനസ്സിലാവും. കുട്ടിയുടെ തന്തയെ കണ്ടുപിടിക്കാൻ മാത്രമല്ല DNA. അപ്പോൾ ഈ ആമസോൺ അതിൻ്റെ കമ്പനികൾ, നമ്മുടെ മക്കളൊക്കെ ഭയങ്കര ഹൈലി ഇൻ്റലിജൻ്റ് ആണ്. അവരെ നമ്മൾ കാണുന്നത്, നമ്മൾ തന്നെ നിങ്ങളുടെ പ്രായമല്ല, എൻ്റെ പ്രായത്തിലുള്ള ആളുകൾ അവരെ മോശക്കാരായാലും അവർ ലഹരി ഉപയോഗിക്കുന്നവരായും അവർ സെക്ഷലി നമ്മളെക്കാളും ഒരു നിയന്ത്രണമില്ലാതെ ജീവിക്കുന്നവരൊക്കെ ആയിട്ട് നമ്മൾ കരുതുന്നുണ്ടല്ലോ. അത് മാത്രമല്ല നമ്മുടെ മക്കൾ. അതൊക്കെ വളരെ സൈഡായിട്ടുള്ള ഒരു 1%, 0.5% ഇഷ്യൂസാണ്. നമ്മുടെ മക്കൾ നല്ല വിവരമുള്ളവരാണ്, ഇൻ്റലിജൻ്റാണ്. അവർക്ക് ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ നിങ്ങളും ഞാനും വാച്ച് ചെയ്യുന്നതിനേക്കാൾ അവർ വാച്ച് ചെയ്യുന്നുണ്ട്. അവർക്ക് ഒരു പാർട്ടി ഇഷ്ടമല്ല അധികം ആളുകൾക്കും. കാരണം എന്താ വെച്ചാൽ അവരുടെ ഒരു കൺസെപ്റ്റ് അനുസരിച്ച്, ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു വളർച്ച അനുസരിച്ചുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടി, ഒരു ഭരണം അവിടെ ഉണ്ടാവും. നിങ്ങൾ ആ ആസ്പെക്റ്റിലൊന്ന് കാണി. കമ്മ്യൂണിസമൊക്കെ വിട്, രാഷ്ട്രീയമൊക്കെ മറക്ക്. വെതർ പിണറായി ഗവൺമെൻറ്, ഇനിയിപ്പോൾ UDFൻ്റെ ഒരു ഗവൺമെൻറ് വന്നാലും ശരിയാവുന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പോഴത്തെ പിണറായി ഗവൺമെൻറ്, അതിലെ 20 മിനിസ്റ്റേഴ്സ്, അത് ഈ കേരളത്തിൻ്റെ ഒരു ക്രോസ് സെക്ഷന് എടുത്തു നോക്കിയാൽ കേരളത്തിലെ പുതിയ കാലഘട്ടത്തിലെ മനുഷ്യരുടെ നിലവാരത്തെ പ്രതിനിധാനം ചെയ്യുന്നുണ്ടോ എന്നുള്ള ക്വസ്റ്റ്യൻ ഇല്ല. അവിടെയാണ് നമ്മളൊരു സംഭവം ചോദിക്കുന്നത്. ഇപ്പം ശശി തരൂരിനെ മുൻനിർത്തിക്കൊണ്ട് അത്തരത്തിലൊരു മൂവ്മെന്റ് വരും എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ, എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള ആളുകൾ ശശി തരൂരിന് അനുകൂലമായ ചില നിലപാടുകളുമായിട്ട് വന്നു. സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ രീതിയിലുള്ള പ്രതികരണങ്ങൾ വന്നു. എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു നീക്കം യഥാർത്ഥ ആളുകൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരാളെ കിട്ടാനുണ്ടെന്ന് വരുമ്പോൾ കുറെ ആളെ അനുകൂലിക്കും. അത് നേരത്തെ മനസ്സിലാക്കുന്നത് തന്നെ വലിയ പ്രശ്നമാണ്. അന്ന് മുതൽ അയാളെ തല്ലിക്കൊല്ലും, ഇവൻ വരരുതെന്നായി ഈ മറ്റുള്ള ആളുകൾ. അപ്പം ഞാൻ പറയുന്നത്, ഇപ്പോൾ ഇതിലുള്ള ഒരുപാട് മിനിസ്റ്റേഴ്സ് എൻ്റെ അടുത്ത ഫ്രണ്ട്സാണ്. ഞാനും അങ്ങനെയാണ്. ഐ എം നോട്ട് ഫിറ്റ് ഫോർ ദാറ്റ്. പക്ഷേ എൻ്റെ മക്കളുടെ അത്ര ഞാൻ ഫിറ്റ് അല്ലല്ലോ, എൻ്റെ ഗ്രാൻഡ് സൺസിൻ്റെ അത്ര ഞാൻ ഫിറ്റ് അല്ലല്ലോ. അപ്പം നമ്മൾ ഇന്നത്തെ കേരള ഈ നോളജ്, ഇപ്പോൾ 60,000 റോബോട്ട്സാണ് ആമസോണിൻ്റെ ചൈനീസ് ഫാക്ടറിയിൽ മാത്രം വർക്ക് ചെയ്യണം. ബിക്കോസ് അവർക്ക് ഒരു ഫ്രഷ് റൂം ആവശ്യമില്ല, അവർക്ക് പ്രസവാവധി കൊടുക്കണ്ട, അവർ യൂണിയൻ ഉണ്ടാക്കില്ല, അവർക്ക് രാത്രി ലൈറ്റ് പോലും വേണ്ട. ദേ വിൽ വർക്ക് ഹാർഡ്. അപ്പോൾ ആളുകൾ അവിടെ എത്തി. ഹോമോ സാപ്പിയൻ കഴിഞ്ഞിട്ട് ഹോമോ ദിയൂസായി തുടങ്ങി, അല്ലേ? ഇതൊക്കെ ലോകത്ത് നടക്കുന്നല്ലേ. നമ്മളത് പറയുമ്പോൾ എന്തിനാ ചിരിക്കുന്നു? ദാറ്റ് ഈസ് ദ വേൾഡ്, റിയൽ വേൾഡ്. അതിനായിട്ട് വല്ല ബന്ധം ഇവിടെ വല്ല ആളുകൾക്കുണ്ടോ? ആലോചിച്ചോ. നോർവേയിലും ഫിൻലൻഡിലും പോയിട്ട് എഡ്യൂക്കേഷൻ വല്ലതും പഠിച്ചോ? വെള്ളപ്പൊക്കം നിയന്ത്രിക്കുന്നത് എങ്ങനെയെന്ന് പഠിച്ചിട്ട് വല്ലതും ഇംപ്ലിമെൻ്റ് ചെയ്തോ? നമ്മളെവിടെ നിൽക്കുന്നു? 35 lakhs ആണ് മലയാളികളായുള്ള വിദ്യാർത്ഥികൾ. 35 ലക്ഷം പുറത്താണ്. ലളിതം ഗോ എനിവേർ. ഈ മലയാളി എല്ലായിടത്തും പോട്ടെ. ഈ ഗവൺമെൻറ് പറഞ്ഞത് പാടില്ല എന്നാണ്. ഇംഗ്ലീഷുകാരൊക്കെ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എക്സലിവിടെ ഹബ്ബാക്കും, വികസന ഹബ്ബാക്കും. അമേരിക്കയിൽ നിന്നൊക്കെ ആള് വന്നുകൊണ്ടിരിക്കുകയാണ് പഠിക്കാൻ. ഫ്രാൻസിൽ നിന്ന് വിദേശസഞ്ചാരികൾ എത്തും 1 ലക്ഷം. ന്യൂയോർക്കിൽ നിന്ന് വന്നൊരു പയ്യന്റെ കഥ പറയാറില്ലേ തൃശ്ശൂർ? അത് ശരിയാണെന്ന് മനസ്സിലായി. ഒരു സ്കൂളിൽ കയറി വെടിവെച്ചില്ലേ ഇവിടെ തൃശ്ശൂർ? അത് ന്യൂയോർക്ക് മോഡലാണ്. ഇവിടെ ഇല്ല, സ്ഥിരം പരിപാടി. ഈ ഖാദർഖാനെ ഇന്റർവ്യൂ ചെയ്യാൻ വരുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ ടെൻഷനും പ്രയാസവും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ചോദ്യങ്ങളൊക്കെ ചോദിച്ചാലും ഖാദർക്ക് അതിൽ നിന്ന് വളരെ കൃത്യമായി പലപ്പോഴും ചിലപ്പോൾ മറ്റേ ചൈനയിലെ വ്യവസായ വിപ്ലവത്തിലേക്ക്, വേണമെങ്കിൽ ഓസ്ട്രേലിയയിൽ നടക്കുന്ന മാറ്റങ്ങളിലേക്കൊക്കെ വളരെ സിമ്പിളായി പോകാൻ കഴിയുന്ന കാര്യമാണെന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോദിച്ച ചോദ്യത്തിൽ നിന്ന് ഖാദർക്ക് വളരെ കൃത്യമായി ഡിബേറ്റ് ചെയ്തു. എന്റെ ചോദ്യം ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നത്, ഖാദർക്ക് അത് പറയാൻ ചില പരിമിതികളുണ്ടാവും, സാധ്യതകളുണ്ടാവും. അല്ല, എനിക്കറിയാം അത്. കാരണം ഞാൻ കഴിഞ്ഞോണ്ട് തന്നെ ഞാൻ ഇന്റർവ്യൂ സ്മൃതി പരുത്തിക്കാടുമായിട്ടുള്ള കണ്ടപ്പോൾ ഖാദർക്ക് വളരെ കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ട്, ഞാനിങ്ങനെ ഒരു മുസ്ലിം ലീഗ് നേതാവായിട്ട് മര്യാദ കിടക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് അങ്ങനെ ഇഷ്ടപ്പെടാത്തതുകൊണ്ടല്ല ചോദിച്ചത്. ഇത് ചോദിക്കാൻ നമുക്കിപ്പോ വേറൊരു നേതാവിന്റെ അടുത്ത് പെട്ടെന്ന് സ്മൃതി പല കാര്യങ്ങളും എന്റെ സ്മൃതിയിൽ
വിസ്മൃതമായ കാര്യങ്ങൾ സ്മൃതിയിൽ കൊണ്ടുവന്ന് എന്നെ നേരെയാക്കാന്ന് വിചാരിച്ചു. അതെ. അല്ല, അതിൽ ഒരു കാര്യം പറഞ്ഞത് സ്മൃതിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ മറ്റേ പെരുമ്പാവൂരുള്ള ഒരാള് ഗാദരക്കയുടെ സൗണ്ട്, പക്ഷെ അതെങ്ങനെ ഭയങ്കര സൗണ്ടിൽ അത്രയും സിമിലാരിറ്റി ഉണ്ട്. ആരെ സിമിലാരിറ്റിയും ചെയ്യാലോ. അതെ, ആ സിമിലാരിറ്റിയിലുള്ള ഒരാള് നരേന്ദ്രമോദിയൊക്കെ എത്ര അസലായിട്ട് ഇമിറ്റേറ്റ് ചെയ്യുന്നവരുണ്ട്. അതെ അതെ, ആ സിമിലാരിറ്റി ഉള്ള ഒരാളുടെ സ്പീച്ച് നിങ്ങളുടെ ഒരു ആക്സെന്റ് ഉണ്ടായിരുന്നു വന്നേക്കണ ഇത്തരത്തിലുള്ള അറ്റാക്ക് ഈ ഗദർക്കെതിരെ ഒരുപാട് നിരവധി ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ നമുക്കറിയാം ഈ വിവാദം മാത്രമല്ല, പല വിവാദങ്ങളിലും ഗദർക്കെ കുറെ കൂടി ആളുകൾ ഫോക്കസ് ചെയ്യുന്നു എന്ന് തോന്നുന്നതിന്റെ കാരണം എന്തായിരിക്കും? കാരണം ഇതൊരു മുസ്ലിം ലീഗിനെ ഏറ്റവും കൃത്യമായി ഡിഫെൻഡ് ചെയ്യുന്ന ഒരാൾ എന്നുള്ള നിലക്കാര്യം എന്നെ ഫോക്കസ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യം എനിക്കില്ല വാസ്തവത്തിൽ. എന്നാൽ എന്നെ ഫോക്കസ് ചെയ്യേണ്ട ഭാഗങ്ങളിൽ ആരും ഫോക്കസ് ചെയ്യുന്നില്ല. അതങ്ങനെയാണല്ലോ മനുഷ്യരുടെ ഒരു താല്പര്യം. ഒരു നെഗറ്റീവായിട്ടുള്ളൊരു സംഗതിയാണെങ്കിൽ ഇപ്പോൾ കുഞ്ഞുമുഹമ്മദിൻ്റെ ഓഡിയോ ലോകം മുഴുവൻ ഓടി. അതിന് മറുപടി ഞാൻ പറഞ്ഞത് ഇവിടെ 4 പഞ്ചായത്തിൽ ഓടിക്കാടുള്ളൂ. മനസ്സിലായോ? അതങ്ങനെയാണ് ആളുകൾ. ഈവൻ സംബഡി കാൾഡ് മീ ഫ്രം അമേരിക്ക. ഞാനത് അന്ന് പറഞ്ഞിരുന്നല്ലോ, വാഷിങ്ടണിൽ നിന്ന് വിളിച്ചിരുന്നല്ലോ. താങ്കൾക്കൊക്കെ അമേരിക്കയിൽ വലിയ സ്വാധീനമാണ്. ഇപ്പോൾ ആ പ്രസംഗം നന്നായി. ഞാനത് എൻ്റെ അല്ലാന്ന് പറഞ്ഞതോടു കൂടി അയാൾ ഡൗൺ ആയിപ്പോയി, ഡെസ്പറേറ്റഡ് ആയി. ഞാൻ ആ കുഞ്ഞുമാമൻ്റെ പാസ്പോർട്ടിൻ്റെ കോപ്പിയൊക്കെ അങ്ങേക്ക് അയച്ചു കൊടുത്തു. ഈ കക്ഷിയാണ്, അവിടെ നിങ്ങൾ ഇയാളെ ബഹുമാനിച്ചാൽ മതി എന്നല്ല. ആ പ്രസംഗമാണല്ലോ അയാൾക്ക് ഇഷ്ടമായത്, ഞാനല്ലല്ലോ. അല്ല, ഇതുപോലെയുള്ള നിരവധി കാര്യങ്ങളിൽ അതൊക്കെ സാധാരണല്ലേ, നമ്മളെ രാഷ്ട്രീയത്തിലൊക്കെ നിൽക്കണുണ്ടല്ലേ ലൈം മറ്റു മുസ്ലിം ലീഗ് നേതാക്കൾ അത്ര വലിയ വിവാദങ്ങളൊന്നും ഇല്ല. ഞാൻ എന്താ പറയുക, ഞാൻ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ധാരാളം പരിപാടികൾക്ക് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുക. അതിൽ ലീഗ് പരിപാടികളുണ്ട്, UDF പരിപാടികളുണ്ട്, വായനശാലകളുണ്ട്, ക്ഷേത്രങ്ങളുണ്ട്, ക്രിസ്ത്യൻ പള്ളികളുണ്ട്, എല്ലായിടത്തും പോകും. കാരണം അതാണ് ഒരു ഇസ്ലാമിക് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാലും അതാണ്. ഇനി അതല്ല ഒരു പൊളിറ്റിക്കൽ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാലും അതാണ്. എല്ലാവരെയും ബഹുമാനിക്കുക എന്നുള്ളതാണ്. നിങ്ങളിപ്പോൾ ഒരു പിന്നെ എന്തെങ്കിലും ഒരു മുസ്ലിം ഫംഗ്ഷനിൽ പങ്കെടുത്ത ഉടനെ നിങ്ങൾ ഒരു ഹിന്ദുവോ അല്ലെങ്കിൽ മുസ്ലിമോ ആവുന്നില്ലല്ലോ. ദാറ്റ് ഈസ് അനദർ തിങ്. പിന്നെ ഇസ്ലാമിന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്, ഖുറാൻ ഈസ് എ വിറ്റ്നസ്. അതിൻ്റെ അബ്രീവ്ഡ് കോപ്പി ഇവിടെ ഉണ്ട്. ആ ഖുറാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാ മതഗ്രന്ഥങ്ങളെയും എല്ലാ പ്രോഫറ്റ്സിനെയും ബഹുമാനിക്കണം, റെസ്പെക്റ്റ് ചെയ്യണം. അത് ചെയ്യുന്നവരാണ് മുസ്ലിമായി വരിക. നമ്മുടെ പ്രോഫറ്റിനെ മാത്രമല്ല, കാരണം എല്ലാം ഒരു ഗോഡാണ്, ഒരു ദൈവമാണ്. ആ ദൈവം 1.25 ലക്ഷം പ്രോഫറ്റ്സിനെ അയച്ചിട്ടുണ്ടെന്നാണ് ഇസ്ലാം പറയുന്നത്. 1.25 ലക്ഷം. ഖുർആനിൽ 25 പേരെ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ എനിബഡി ക്യാൻ ബി എ പ്രോഫറ്റ്. ഇനി ഏത് വേദഗ്രന്ഥങ്ങളും റെസ്പെക്റ്റ് ചെയ്യപ്പെടേണ്ട സമാനതകളുള്ള പലതും കാണും. പക്ഷെ ആരാണ് ഖാദർക്ക് ഇങ്ങനെ ഇത് റോങ്ലി ഇന്റർപ്രറ്റ് ചെയ്യുന്നത്? ഇപ്പൊ ഞാൻ പറഞ്ഞ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു കോസ്, അല്ലെങ്കിൽ അവർക്ക് നീതി നിഷേധിക്കപ്പെട്ടാണ് ചരിത്രത്തിൽ എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷെ ആ കോസിനെ പോലും ഇല്ലാതാക്കുന്ന രീതിയിൽ ഹമാസിന്റെ പ്രവർത്തനങ്ങൾ അവിടെ ഉണ്ടാവുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് ഹമാസിന്റെ അവിടുത്തെ മിലിറ്ററിയുടെ ലീഡർ ഒരു തവണ പറഞ്ഞത്, ഇസ്രായേൽ ഒരു തുടക്കം മാത്രമാണ്, ഞങ്ങൾ ലോകം മുഴുവൻ ഇസ്ലാമിക് അതിന്റെ മുമ്പുള്ള സംഗതികളൊന്നും വിലയിരുത്താതെ നിങ്ങൾക്ക് അല്ല, അതിനു മുമ്പുള്ള അതല്ല, അവർക്ക് എല്ലാ ദിവസവും അവരെ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതാരും പറയണില്ല. ഇപ്പോൾ സ്ഥിരമായി ഞാൻ താങ്കളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുക, നിങ്ങൾ കാതർക്കല്ല പാവം, ഞാൻ ചെയ്യണ്ട, കുഴപ്പമില്ല, ഞാൻ നിർത്തും വിചാരിച്ചങ്ങൾ കാത്തിരും. പിന്നെ നിങ്ങൾക്കൊരു ക്ഷുഭിതനാകുന്നൊരു സ്റ്റേജ് വരും. അപ്പോൾ നിങ്ങൾ ഇന്നത് ചെയ്യുമെന്ന് എനിക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. ആ സമയത്ത് പറഞ്ഞു അങ്ങനെ അതാണ് അങ്ങനെ കാണിക്കണേ. ഇപ്പം ഈ ഹമാസ് എന്നൊക്കെ പറയുന്ന ഓർഗനൈസേഷൻ ഒന്നുമല്ല, ചെറിയൊരു സാധനം. അവിടെ ആ ഏരിയ മാത്രം ഭരിക്കുന്നു. എന്നിട്ടും 90 ദിവസമായിട്ട് 6 ദിവസം കൊണ്ട് 6 രാജ്യങ്ങളെ തോൽപ്പിച്ച ഇസ്രായേലിനെ ഇവരെ തോൽപ്പിക്കാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ലല്ലോ. ആകെ ഇസ്രായേലിൻ്റെ ടാർഗറ്റ് ഈ ആൾക്കാരെ കൊല്ലില്ലാതെ വേറൊന്നുമില്ലല്ലോ. ഈ പലസ്തീനിൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെ ഉണ്ടല്ലോ, ജൂയിസും ഒക്കെ ഉണ്ടല്ലോ. ഇപ്പോഴും അവർ ബോംബിട്ടത് ക്രിസ്ത്യൻ ഹോസ്പിറ്റലിനല്ലേ? ഇവാഞ്ചലിക്കൽ അസോസിയേഷൻ നടത്തുന്ന ബാപ്റ്റിസ്റ്റ് ആശുപത്രിക്കാണ് ആദ്യം ബോംബിട്ടത്. നമ്മൾ ആദ്യത്തെ ആശുപത്രിയല്ല, പിന്നീട് ഒരുപാട് ആശുപത്രി കിട്ടും. അവിടെ ക്രിസ്ത്യൻസ് ഉണ്ട്. ഇപ്പോൾ ഈ ബത്ലഹേമിൽ ഇപ്പോൾ ഈ തവണ ക്രിസ്മസ് ഇല്ലല്ലോ. അവിടെ പൊട്ടി വീണ് കിടക്കുന്ന ബിൽഡിങ്സിൻ്റെ അവശിഷ്ടങ്ങളിൽ ഒരു ഉണ്ണിയേശുവിനെ പ്രതിഷ്ഠിക്കുകയുള്ള അവർ ക്രിസ്ത്യാനികളെന്ന് ചെയ്ത്.
ഈ കുഞ്ഞുങ്ങളെ കൊല്ലുന്ന സ്ഥലത്ത് ഞങ്ങൾക്ക് ഉണ്ണിയേശു പുൽത്തൊഴുത്തിലല്ല, ഈ അവശിഷ്ടങ്ങൾക്കിടയിലാണ് നിങ്ങൾ കാണുന്നത് പറഞ്ഞല്ലോ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ എന്തിനാണ് വായിച്ചു ഈ ജൂതന്മാരെ മുഴുവൻ കൊന്നൊടുക്കിയത് മുസ്ലിങ്ങളല്ല. അവിടെയാണ് നിങ്ങളുടെ കൺസെപ്റ്റിലുള്ള പ്രശ്നം. 2 ലക്ഷം ജൂതന്മാരെ കൊന്നത് സ്പെയിനിലെ ഫെർഡിനാൻഡ് ഇസബെല്ലയാണ്. 5 ലക്ഷം പേരെ കൊന്നത് നെപ്പോളിയനാണ്. 60 ലക്ഷം ആളെ കൊന്നത് ഹിറ്റ്ലറാണ്. ഈ ബ്രിട്ടീഷുകാർക്കും അമേരിക്കക്കാർക്കും ജൂതന്മാരെ എത്ര ഇഷ്ടമാണെങ്കിൽ എന്തിനാ അവരെ അങ്ങോട്ട് കയറ്റി അയച്ചു? ഈ സയോണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ തീരുമാനപ്രകാരം തന്നെ 6ാം കോൺഗ്രസ്സിൽ അവർ തീരുമാനിച്ചത് ഈ ഒന്നുകിൽ പാലസ്തീനിൽ ഒരു രാജ്യം, ഹോംലാൻഡ്, അല്ലെങ്കിൽ അർജൻറ്റീന, അതല്ലെങ്കിൽ ഈ ഗയാന, അവിടെ ഏതൊരു സ്ഥലം പറഞ്ഞു, ഒരു ആഫ്രിക്കൻ രാജ്യം. ഈ 3-4 സ്ഥലത്ത് ഞങ്ങൾക്കൊരു ഹോംലാൻഡ് മതി എന്ന് പറഞ്ഞു. പിന്നെ അവിടെ എത്ര വർഷക്കാലം 1517 മുതൽ 1917 വരെ പാലസ്തീനിൽ ഒട്ടോമൻ സാമ്രാജ്യമാണ്. ഒട്ടോമൻ മീൻസ് ഉസ്മാൻ. ആ ഉസ്മാൻ ഖലീഫ ഉസ്മാൻ അല്ല, അത് തുർക്കിയാണ്. തുർക്കി സാമ്രാജ്യത്തിൻ്റെ കീഴിലാണ് 400 വർഷം അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം അവർ പോയപ്പോഴും ബ്രിട്ടീഷുകാർ വല്ല സൂത്രത്തിൽ ഇവരൊക്കെ ചതിക്കുകയാണ് ചെയ്തത്. ഈ ഒട്ടോമൻ സാമ്രാജ്യത്തിനെ പറഞ്ഞയക്കാൻ ഞങ്ങളെ കൂടെ നിന്നാൽ നിങ്ങളെ സഹായിക്കാന്ന് അറേബ്യക്കാരോട് വരെ വന്ന് പറഞ്ഞു. 3 പേർക്കും. അപ്പൊ നമ്മളിപ്പോ അതിന്റെ ഇഷ്യൂസ് ചർച്ച ചെയ്താൽ അത് ഒരു ദിവസം കൊണ്ട് തീരുന്നല്ല. ഒരുപാട് ഞാൻ അതിന്റെ ഇഷ്യൂസ് ചർച്ച ചെയ്തില്ല. അല്ല, ഒക്ടോബർ 7 മുതലാണ് ആരംഭിക്കുന്നത്. അല്ല, അത് തെറ്റാണ്. അവിടെ മുതലല്ല ഞാൻ കണ്ടത്. എന്റെ ചോദ്യം വളരെ സ്പെസിഫിക് ആണ്. എന്റെ ചോദ്യം ഇത്തരത്തിലുള്ളൊരു അറ്റാക്കിനോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു മിലിറ്റന്റ് ആയിട്ടുള്ളൊരു ഗ്രൂപ്പിനോ, ഇപ്പം നമ്മൾ ഇന്ത്യ എങ്ങനെ സ്വാതന്ത്ര്യം നേടി എന്നുള്ളത് നമ്മുടെ മുമ്പിലുണ്ട്. കാരണം ഗാന്ധിജി ഒരിക്കലും ആയുധം എടുത്തുകൊണ്ടല്ല. സത്യത്തിൽ ലോകം മുഴുവൻ പിന്നീട് അംഗീകരിച്ചൊരു കാര്യം, അത്തരത്തിലുള്ളൊരു കാര്യം കൊണ്ട് പോലും സ്വാതന്ത്ര്യം നേടാൻ ചോദിക്കുന്നത് ഹമാസിന് എന്തുകൊണ്ട് അഹിംസാപരമായ മാർഗം. അല്ല, അഹിംസാപരമായ മാർഗം എന്നല്ല ഞാൻ പറയുന്നത്. അതൊന്നും ഇസ്രായേലിൽ നടക്കില്ല. അല്ല, ഞാൻ പറയുന്നത് ഇപ്പൊ എന്താണ് സംഭവിക്കുന്നത്? ഇപ്പൊ 23 ലക്ഷം ആളുകളിൽ ഏതാണ്ട് വടക്കൻ ഗാസ അവരെ മുഴുവൻ മരിച്ചാലും ദേ ആർ വില്ലിംഗ് ടു ഡൈ. അതാണ് പ്രശ്നം. എല്ലാം കഴിഞ്ഞാൽ ഒരാൾക്ക് പിന്നെ മരിക്കുന്നതിന് പ്രശ്നമില്ലല്ലോ. ഭാര്യയും കൊന്ന് കെട്ടിത്തൂക്കി മക്കളെ കിണറ്റിലിട്ടിട്ട് അച്ഛൻ ആത്മഹത്യ ഉണ്ടില്ലേ? 20,000 പേരിൽ 40% കുട്ടികൾ മാത്രമാണ്. അത് ഇസ്രായേലല്ലേ നോക്കണ്ടേ? കൊന്നവരല്ലേ നോക്കേണ്ടത്. കുട്ടികളെ നേരെ ബോംബിടാൻ പാടില്ല എന്ന് തീരുമാനിക്കണ്ടേ? ഏത് യുദ്ധത്തിലും ഒരു മര്യാദ ഉണ്ടായിരുന്നു. ഭാരതീയ യുദ്ധങ്ങളിലും അതുപോലെ ഇസ്ലാമിക വാറിലും എല്ലാ വാറിലും ഉണ്ടായിരുന്നു. കുഞ്ഞുങ്ങളെ കൊല്ലാൻ പാടില്ല, സ്ത്രീകളെ ആക്രമിക്കാൻ പാടില്ല, ഇങ്ങനെ ഈ എൻവയോൺമെൻ്റൽ ആയിട്ടുള്ളതും കൂടി തകർക്കാൻ പാടില്ല, കായ്ക്കുന്ന പല വൃക്ഷങ്ങളെ നശിപ്പിക്കാൻ പാടില്ല. അതൊക്കെ ഇസ്ലാമിക നിയമങ്ങൾ. അപ്പോൾ അവർ ഒരു ഗതികെട്ട ഒരു കാലത്തും ഒരു രാജ്യത്തെ 2ആയി വിഭജിച്ചാൽ 2 കാണണ്ടേ? വിഭജിച്ച് കഴിഞ്ഞപ്പോൾ 1 കാണാനുള്ളൂ. വാട്ട് ഹാപ്പൻസ് ദി അതർ സൈഡ്? പലസ്തീൻ അവിടെ പോയി. ഒരു പലസ്തീനെങ്കിലും ഒരു സ്വതന്ത്ര പലസ്തീൻ വേണ്ടേ? അതാണ് അവരെ പ്രശ്നം. അപ്പം നമുക്കത് മനസ്സിലാവില്ല. നമ്മൾ അങ്ങനത്തെ ഒന്നും സഹിച്ചിട്ടില്ല. അതാണ് അതിൻ്റെ പ്രശ്നം. അതിലിപ്പോൾ ഹമാസിനെ ഞാൻ ന്യായീകരിക്കില്ല. ഹമാസ് എന്താ ഏതാണെന്ന് എനിക്കറിഞ്ഞൂടാ. നിങ്ങൾ വായിച്ചത്ര തന്നെ ഞാനും പത്രങ്ങളിൽ വായിച്ചിട്ടുള്ളൂ. അപ്പോൾ ഹൂത്തികൾ ഇപ്പോൾ ചെയ്യുന്ന കണ്ടില്ലേ? അവരാ മർമ്മത്ത് പിടിച്ചു ആ ചെങ്കടൽ. അത് പിടിക്കാൻ എന്താ കാരണം? ഇസ്രായേൽ പറഞ്ഞു ഗാസക്ക് കടലുണ്ട്, ഗസക്ക്. ആ ഗസയുടെ കപ്പൽ പോകാൻ പാടില്ല. അപ്പൊ ഈ ചാനൽ കൂടി ഗസയ്ക്ക് കപ്പൽ പോകാൻ പാടില്ലെങ്കിൽ നിങ്ങളെ കപ്പലും പോണ്ടെന്ന് പറഞ്ഞു വരും. വേറെ ഒന്നും. ഇതിന്റെ പ്രശ്നം എവിടെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ PLO ഇതിന്റെ പ്രശ്നം അമേരിക്കൻ PLO ഇപ്പൊ ഇന്ത്യ അടക്കം എല്ലാവരും അംഗീകരിച്ചിരുന്നു. അല്ലെങ്കിൽ PLOന്റെ അവിടെ ഒരു കാര്യമില്ലാണ്ട് ബോംബിട്ടുണ്ടല്ലോ പോലും. PLOയുടെ കൈവശത്തിലിരിക്കുന്ന വെസ്റ്റേൺ ബാങ്കിലും ഇവര് ബോംബ് വർഷിക്കുന്നുണ്ടല്ലോ. അവിടുന്ന് ആളുകളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയല്ലോ. അവിടെയും ഒരുപാട് പേരെ കൊന്നല്ലോ. ദാറ്റ്സ് ഓൾസോ ഗോയിങ് ഓൺ ബൈ. എന്നാ ഗസ മാത്രല്ലേ, എന്നാ ഹമാസിന്റെ മുഴുവൻ ആള് പിടിക്കാമെന്ന് പറഞ്ഞിട്ട് അവർ പിടിച്ചില്ലല്ലോ. അവർക്കിതുവരെ സാധിച്ചില്ലല്ലോ. ഇസ്രായേലിൽ ഇതിനെതിരായിട്ട് വലിയ പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഭയങ്കരമായിട്ടുള്ള. നെതന്യാഹു, പുടിൻ എന്താ പറയുക, ഇതുപോലൊരു ഡിഫിക്കൽറ്റിയിൽ മുമ്പ് ഒരിക്കലും അദ്ദേഹം പെട്ടിട്ടില്ല. ഇതൊക്കെ ഈ ഇമ്പീരിയലിസ്റ്റ് കക്ഷികളുടെ സാമ്രാജ്യത്വ മോഹങ്ങളാണ്. അവരുടെ ആവശ്യം പണം, അധികാരം, 2 കാര്യം. അതിന് നമ്മുടെ ഭാരതീയ ദർശനം ഒരു ദർശനങ്ങളും വേദങ്ങളും ഇതിന് സൗകര്യം ഒരുക്കി കൊടുക്കുന്നതിൽ ഒരു ചെറിയ വിഭാഗം കൂടി പങ്കുവഹിക്കുന്നു എന്നുള്ളതാണ്. അത് മാത്രമായിട്ട് പറയല്ല, വലിയ കാര്യങ്ങൾ. ഗോട്ടിമാലയിൽ ജേക്കബ് അർബൻസിനെ കൊന്നതാരാ? ചിലിയിൽ അലണ്ടയെ കൊന്ന് ഭരണം അട്ടിമറിച്ചതാരാ? മുജീബ് റഹ്മാനെയും കുടുംബത്തെയും കൊന്ന് ബംഗ്ലാദേശിൽ ഇന്ത്യ വാങ്ങിക്കൊടുത്ത സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തിയതാരാണ്? ഇല്ലേ? ക്യൂബയിൽ ഫിദൽ കാസ്ട്രോയെ വിഷം കൊടുത്തു കൊല്ലാൻ 12 തവണ ശ്രമിച്ചതാരാ?
ഒക്കെ CIA ആണ്. CIA അമേരിക്കൻ ഇമ്പീരിയലിസമാണ്. തീർച്ചയായിട്ടും അമേരിക്കയിലെ ജനങ്ങളല്ല, അമേരിക്കൻ ജനങ്ങളല്ല. ആ ജനങ്ങൾ ഈ അമേരിക്കൻ പോളിസിക്കെതിരായി നമ്മളെക്കാളും സമരത്തിലാണ് നടത്തുന്നത്. ഇമ്പീരിയലിസ്റ്റ് താല്പര്യമാണ് ഇതിൽ മുഴുവൻ. ഇപ്പൊ നമ്മളെ ഈ അഡാനിക്ക ഹൈഫ പോർട്ടിന്റെ നിയന്ത്രണമുണ്ട്. ഇസ്രായേലിലെ ഏറ്റവും വലിയ പോർട്ടിങ് ഏരിയയിലാണ്. അതൊക്കെ ഉണ്ട്. അപ്പൊ നമ്മുടെ ആന്റി ഇമ്പീരിയൽ ഇപ്പൊ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ എല്ലാ പ്രോഫറ്റ്സിനെയും അംഗീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മോശെ ആണ് അവരെ പ്രവാചകൻ. മൂസ എന്ന് കേട്ടാൽ ഞങ്ങൾ ഉടനെ പറയും അലൈഹിസ്സലാം. അത് നിർബന്ധമാണ്. ദൈവത്തിൻ്റെ സമാധാനം അദ്ദേഹത്തിൻ്റെ മേൽ ഉണ്ടാവട്ടെ എന്നാണ്. ഈസ ക്രിസ്ത്യനല്ലല്ലോ ഞങ്ങൾ. അപ്പോൾ ഈസ എന്ന് കേട്ടാൽ ഞങ്ങൾ പറയും അലൈഹിസ്സലാം, അദ്ദേഹത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ സമാധാനം വർഷിക്കുമാറാകട്ടെ. ഇബ്രാഹിം, ദാവൂദ്, യാക്കൂബ്, യോസഫ്, യൂനസ്, ആരെ പേരും, നോഹ, ഏത് പേര് പറഞ്ഞാലും ഞങ്ങൾ അപ്പം അവരുടെ മേൽ ദൈവത്തിൻ്റെ സമാധാനം വർഷിക്കട്ടെ. ആ ഒരു കാറ്റഗറിയിൽപ്പെട്ട പ്രോഫറ്റ്സിലുള്ള ഒരാളാണ് നമ്മുടെ ആളും. അപ്പോൾ ബാക്കി കാറ്റഗറിയിലുള്ളവരൊന്നും ഞങ്ങൾക്ക് തള്ളി പറയാൻ പാടില്ല. വേറെ ഏതെങ്കിലും ഒരു മതസ്ഥർ അങ്ങനെ പറയണത് എനിക്കെല്ലാം അറിയില്ല. പക്ഷെ ഒരു മതത്തിലും ഇങ്ങനെ പറഞ്ഞിട്ടില്ല പരസ്പരം നിർവഹിക്കണമെന്ന് പറഞ്ഞില്ല. നമ്മൾ കേരളത്തിലേക്ക് വരുമ്പോൾ ഇപ്പൊ ഉമർ ഫൈസി മുഖമാണെങ്കിലും അല്ലെങ്കിൽ അബ്ദുൾ സമദ് പൂക്കോട്ടൂരാണെങ്കിലും നമ്മളിപ്പോ ജോസഫ്, മോശെ, എബ്രഹാം ഒക്കെ പറയുന്നത് നിങ്ങൾ പറയുന്ന അല്ല, ആ ചോദ്യം ക്ലിയർ ആണ്. ഓക്കെ, അത് കഴിച്ചോട്ടെ. ഇതൊക്കെ ഞാൻ പറയണത് ഇത്തരത്തിലുള്ള ഇപ്പോഴെ സമസ്തയുടെ നേതാക്കൾ നടന്ന പ്രതിലോമകരമായിട്ടുള്ള ഒരുപാട് പ്രസ്താവനകളുണ്ട്. എന്നേക്കാൾ കൂടുതൽ കൃത്യമായിട്ട് ഗാദ സാഹിബ് ചോദിച്ചിട്ടുണ്ട്. ഞാൻ അത് വീണ്ടും എടുത്ത് പറയുന്നില്ല. അപ്പൊ ഇപ്പൊ മുസ്ലിമിന്റെ ഒരു സമ്മേളനത്തിൽ സ്ത്രീകൾ വന്ന് പാട്ട് പാടിയത് തെറ്റാണ് എന്നുള്ളത് അബ്ദുൾ സമദ് പൂക്കോട്ടൂർ പറഞ്ഞു. അതായത് ഒരു 4 കൊല്ലം മുമ്പാണ്. അപ്പൊ അതിനുശേഷം ഇപ്പൊ ഈ അടുത്ത് വരെ തട്ടം വിവാദവും അടക്കം, ഇപ്പൊ NSSന്റെ ക്യാമ്പുകളെ കുറിച്ചുണ്ടായ വിവാദമടക്കം, ശരിക്കും വ്യക്തിപരമായ എനിക്കറിയാം ഗാദ സാഹിബിന് അതിനോട് യോജിക്കാൻ ചലിക്കുന്ന ഒരു സൊസൈറ്റി അല്ലേ ചക്രവാണി. അതെ, ഈ ചലനാത്മകമായി കൂടി വരുന്നതാണ് എന്റെ സങ്കടം. അല്ല, കൂടി വരുന്ന അത് താഴ്ന്നു വരുന്ന സമയം ഉണ്ടാവും. നിങ്ങൾക്ക് ആയുസുണ്ടെങ്കിൽ ഇതിന്റെ എല്ലാം നിങ്ങൾ കാണും. അപ്പോൾ എപ്പോഴും കാണും. അതിങ്ങനെ ചലനാത്മകമായൊരു സൊസൈറ്റിയാണ്. ചലനം തന്നെയാണ് പദാർത്ഥം എന്ന് പറഞ്ഞിട്ടുണ്ട് മാർക്സ്. അപ്പോൾ ഇതിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഫാൻ ഇങ്ങനെ ചലിക്കുന്നു, പക്ഷെ ചലിക്കാത്തൊരു സാധനം ഉണ്ടാവും. അപ്പോഴേ മറ്റേ ചലിക്കുള്ളൂ. നിങ്ങളിവിടെ സ്റ്റെപ്പ് കയറിയത് നിങ്ങൾ ചലിച്ചു, സ്റ്റെപ്പ് വെറുതെ നിന്നു. എസ്കലേറ്റർ ആണെങ്കിൽ എസ്കലേറ്റർ ചലിക്കും, നിങ്ങൾ വെറുതെ നിന്നാൽ മതി. ഇതാണ് എനിക്ക് ഗാദ സാഹിബിനോട് സംസാരിക്കാൻ ഇഷ്ടം. ചോദ്യത്തിൽ നിന്ന് പറയുമ്പോൾ എസ്കലേറ്ററിലേക്ക് എത്തിയപ്പോൾ ഈ ഇത്രയും ഫിലോസഫിക്കലായി മറുപടി പറയാൻ കഴിയുന്ന ഒരാളെന്നുള്ള ചലഞ്ച് എൻ്റെ മുമ്പിലുണ്ട്. ഞാൻ വരുമ്പോ തരാം. അതാണ് ഞാൻ പറഞ്ഞോ. അല്ല, ഞാൻ പറയുന്നത് വെച്ചാല് അതൊക്കെ ഖുറാനിലൊക്കെ പറയണില്ല. അസ്കാല എസ്കലേറ്ററിന് പിന്നെ ഇതെല്ലാം പുറത്തു വരുന്നൊരു സമയം വരുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയണത് ഇപ്പോൾ സമസ്ത ഒന്നും സ്റ്റാറ്റിക്കായിട്ട് നിൽക്കില്ല. ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അത്രേ ഉള്ളൂ. നിങ്ങൾ സമസ്ത നിന്നടുത്ത് നിൽക്കണം, അനങ്ങാൻ പാടില്ല. ഇതുവരെ പറഞ്ഞതല്ലാണ്ട് ഇനി ഒന്നും പറയാൻ പാടില്ല. അങ്ങനെ ഉണ്ടാവില്ല. കമ്മ്യൂണിസ്റ്റ് അങ്ങനെ തന്നെ നിൽക്കും, കോൺഗ്രസ് അങ്ങനെ തന്നെ നിൽക്കും. 1885 AOPയും വന്ന് സ്ഥാപിച്ച കോൺഗ്രസ് ഒറ്റ കുറ്റി ഉറച്ച് നിൽക്കുമോ? മനുഷ്യരല്ലേ അത്. എഡ്യൂക്കേഷൻ ഉണ്ടാകുന്നു, ഫൈനാൻസ് ഉണ്ടാകുന്നു, നല്ല ജീവിതം ഉണ്ടാകുന്നു, ലോകം എന്താണെന്ന് അറിയുന്നു. അപ്പോൾ അതിങ്ങനെ ഇളകിക്കൊണ്ടിരിക്കും. ആ ചെറിയ ചെറിയ തിരമാലകൾ ഇളക്കം കണ്ടിട്ട് ഇതാണ് കടൽ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. അത് ബക്കറ്റിൽ തിരയാണ്. ബക്കറ്റിൽ തിരയാണ്. അത് ജലീല് പറഞ്ഞു കൊടുത്തു. പിന്നെ ജലീലിട്ട് പോയി. അതെ, ഇതിപ്പോ അതിന്റെ ഒരു ഇതായിരുന്നു. അതായത് ഈ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഒരുപാട് ആരോപണങ്ങൾ. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഒരുപാട് ആരോപണങ്ങൾ വന്നു. സ്വർണ്ണക്കടത്തുണ്ടായി, മറ്റു പല വിഷയങ്ങളുണ്ടായി. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് അതിനേക്കാൾ ഏറെ വലിയ ആരോപണങ്ങളുണ്ടായി, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഈ കരിമണൽ കർത്തയുടെ കേസ് കാശ് മേടിച്ചുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മകളും കാശ് മേടിച്ചു എന്നുള്ള വലിയ ആരോപണം നിലനിൽക്കുന്നു. അതിനെക്കുറിച്ച് വലിയ എൻക്വയറി നടക്കും. പക്ഷെ ഈ സമയത്തൊന്നും മുസ്ലിം ലീഗ് വലിയ രീതിയിൽ ആക്രമിക്കാതെ എന്തുകൊണ്ടാണ്? അതായത് വെറുതെ ആക്രമിക്കാറില്ലല്ലോ. ഇത്തരം ആരോപണങ്ങൾ വന്നപ്പോൾ അതിൽ കൃത്യമായ നിലപാടുകൾ സ്വീകരിച്ചില്ല. ഞങ്ങൾ കൃത്യ നിലപാട് എല്ലാ അഴിമതിക്കെതിരായിട്ട് ഞങ്ങൾ ഒരുമിച്ചല്ലേ പോരാടിയതൊക്കെ. വളരെ ശക്തമായിട്ടുള്ള പോരാട്ടം UDF നടത്തില്ല. അതിലെല്ലാം മുസ്ലിം ലീഗും ചേർന്നല്ലേ. നിയമസഭയ്ക്ക് അകത്തും പുറത്തും ഞങ്ങളുടെ MLA-മാരും ഞങ്ങളെല്ലാവരും അതിനോട് ചേർന്നില്ല. ഈ അഴിമതിക്കെതിരെ എപ്പോഴും പ്രസംഗിച്ചു നടക്കില്ല. കുറ്റവിചാരണ സദസ്സിൽ ഒരു വലിയ പ്രോസിക്യൂട്ടറാണ് ഞാൻ. കുറ്റപത്രം വായിച്ചുകൊണ്ട് ഇങ്ങനെ എല്ലാ സ്ഥലത്തും നടക്കും. അത്രയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. വൈ ദ സെൻട്രൽ ഗവൺമെന്റ് ഈസ് നോട്ട് ആക്ടിങ്? അത് അവർ തമ്മിൽ ഒരു ധാരണയുണ്ട് എന്നുള്ളത് എല്ലാവർക്കും പകൽ പോലെ വ്യക്തമാണല്ലോ.
BJP യഥാർത്ഥത്തിൽ മീഡിയൊക്കെ ഇവിടെ വന്ന ഒരു പരിപാടിയും കഴിച്ചാണ് മടങ്ങി പോവാണ്. അതുപോലെ ഒരു ധാരണ മുസ്ലിം ലീഗിന്റെ ചില ആളുകൾ ആളുകളുണ്ട് എന്നാണ് പറയുന്നത്. മുസ്ലിം ലീഗിന് യാതൊരു പ്രശ്നവുമില്ല. മുസ്ലിം ലീഗ് ആരുടെ നേരെ അങ്ങനെ ശക്തമായിട്ടുള്ള അലിഗേഷൻസ് അങ്ങനെ ഉണ്ടല്ലോ, ഒരു ഓവർ ആക്ടിവിസം ഉണ്ടാവില്ല. ഒരു ന്യായമായ തോട്ട്ഫുൾ ആലോചിച്ച് വരും വഴായികകളെ മനസ്സിലാക്കിയിട്ടൊക്കെ ഞങ്ങൾ പ്രതികരിക്കുള്ളൂ. ചാടി കയറി എന്തെങ്കിലും കയറി പറയണമെന്നില്ല. അതാണ് നിങ്ങൾക്ക് ഈ സുധാകരനെ കുറിച്ച് നിങ്ങൾ പറയാൻ കാരണം അയാൾ എന്തോ പറഞ്ഞുകൊണ്ടുള്ളൂ. അത് അയാളുടെ ഒരു സ്റ്റൈലാണ്, അയാളെ മനസ്സിലാക്കണം. ഓരോ ആളും ഓരോ തരത്തിലാണ് പ്രതികരിക്കുന്നതും പറയുന്നതും പ്രസംഗിക്കുന്നതും. MVR പ്രസംഗിക്കുന്ന രീതി, സുധാകരൻ പ്രസംഗിക്കുന്നത് കണ്ടിട്ടില്ലേ? സുധാകരൻ പ്രസംഗിക്കുമ്പോൾ ഒരു 2-3 തോർത്തുകൊണ്ടെങ്കിലും നനയും, വേർത്തിട്ട് പുതിയ തോർത്തുകൊണ്ട് ഇങ്ങനെ വാങ്ങിച്ചിട്ട് മേശപ്പുറത്ത് കൊണ്ടുവച്ചിട്ട് ഒന്ന് നനഞ്ഞ് ഫുള്ളായാൽ അടുത്ത് കെട്ടിട്ട് തേച്ചിട്ട് പ്രസംഗിക്കും. സുധാകരന്റെ കാര്യം പറഞ്ഞപ്പോൾ അതുമായി ബന്ധപ്പെട്ട്, അതായത് KPCC പ്രസിഡന്റ് എല്ലാ കാലത്തും വളരെ വ്യക്തതയോടെയും മുന്നണി ബന്ധങ്ങൾ തകരാതെ നോക്കാനൊക്കെ ശ്രമിക്കാറുണ്ട്. പക്ഷേ ഈ സുധാകരൻ പ്രസിഡന്റായി വരുന്ന സമയത്ത് വലിയ രീതിയിൽ പ്രതീക്ഷകളുണ്ടായി. UDF തന്നെ വലിയൊരു ഊർജ്ജം ഉണ്ടാകുന്ന വിചാരിച്ചു. അതുപോലെ തന്നെ VD സതീശൻ പ്രതിപക്ഷ നേതാവായി വരുന്ന സമയത്തും UDF വലിയ പ്രതീക്ഷകളുണ്ടായിരുന്നു. UDF എല്ലാ ഘടകകക്ഷികൾക്ക് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു കുറച്ചു കാലത്തിനിടയിൽ പരിശോധിച്ച് നോക്കുമ്പോൾ ഈ 2.5 വർഷം പൂർത്തിയാവുന്ന സമയത്ത് സുധാകരനും വലിയ പരാജയമായിത്തീരുന്നു, അതുപോലെ തന്നെ VD സതീശനും പരാജയമായിത്തീരുന്നു. ഇത് എന്റെ മാത്രം അഭിപ്രായമല്ല, പൊതുവിലുള്ള ജനങ്ങൾ പലരുമായിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. പല ഒരു നിഗമനത്തിൽ എത്തി വരികയാണ് ഇപ്പോൾ ഇവിടെ. അല്ല, പല നേതാക്കന്മാരും പരാജയമാണെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ കോൺഗ്രസിൽ തന്നെ ഇത്തരത്തിൽ വലിയ ആരോപണം ഉയർന്നുണ്ട്. ഞാൻ ചോദിക്കുന്ന അതല്ല, ഇത്തരത്തിലുള്ള ഈ കോൺഗ്രസ് ലീഡ് ചെയ്യുന്ന UDFന്റെ അവസ്ഥ എന്താവും? തെരഞ്ഞെടുപ്പ് നമ്മുടെ പടിവാതിൽക്കെത്തുന്നു, പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ആയിരിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം നല്ല നിലയിൽ വിജയം കാഴ്ചവെച്ചൊരു സ്റ്റേറ്റാണ് കേരളം. UDF ഇത്തവണ എന്താവും അവസ്ഥ? ഇത്തവണ UDF നിയമസഭയിൽ ശക്തമായി തിരിച്ചു വരും. കാരണം ജനം UDFനെ വിജയിപ്പിക്കാനും അതിലേറെ CPMനെ തോൽപ്പിക്കാനും തീരുമാനിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും തിരിച്ചധികാരത്തിൽ വരും. പാർലമെൻറ്റ് ഇലക്ഷനിലും ഞങ്ങൾക്ക് ഭൂരിപക്ഷം സീറ്റുകൾ UDFന് കിട്ടും. കഴിഞ്ഞ പ്രാവശ്യം അത്രയും പെർഫോം ചെയ്യാൻ പറ്റുമോ? ഭൂരിപക്ഷം സീറ്റുകൾ UDFന് കിട്ടും, അതിനാണ് സാധ്യത. സാഹിബ് സ്ഥാനാർത്ഥിയാകുമെന്ന് കേൾക്കുന്നുണ്ട്. ഇന്ന് ആര് പറഞ്ഞു? പാണക്കാട് നിങ്ങൾ പറയണ വരെ ആവില്ല. അങ്ങനെയാണ് അതിൻ്റെ ഒരു സംഭവം. കഴിഞ്ഞ പ്രാവശ്യം എന്താണ് പാർലമെന്റ് ഈ നിയമസഭാ ഇലക്ഷനിൽ മാറി? നിയമസഭാ ഇലക്ഷനിൽ ഞാൻ മാറിയെന്നില്ലല്ലോ, മത്സരിച്ച് തോറ്റല്ലേ ഗുരുവായൂർ. അല്ല, അത് അവിടെ അല്ലല്ലോ മത്സരിച്ചത്, അതുകൊണ്ടല്ലോ. അല്ല, സ്ഥലങ്ങൾ മാറി മത്സരിക്കട്ടെ, എല്ലായിടത്തും മത്സരിക്കാൻ പറ്റിയ ആളുകളുണ്ട്. ചിലർക്ക് ചില മണ്ഡലത്തിൽ നിന്ന് മാറാതെ നിൽക്കുന്നതായിരിക്കും സേഫ്. നമുക്ക് ഐ ആം റെഡി ടു മാറി മത്സരിച്ചുള്ള. അതെ, ഐ ആം റെഡി ടു ഫൈറ്റ് എനിവേർ. എനിക്ക് കോട്ടയത്ത് നിൽക്കാൻ ഇഷ്ടമാണ്, പാർട്ടി സീറ്റ് തന്നാൽ. ഞാൻ ജയിച്ചു തോറ്റുന്നില്ല, ഐ വിൽ മാനേജ് ഇറ്റ്, നോ പ്രോബ്ലം. ഒരു സുഖം ഉണ്ടാവും. അങ്ങനെ ഒരു ആലോചന നടന്നിരുന്നല്ലോ കഴിഞ്ഞ പ്രാവശ്യം കൊല്ലം ജില്ലയിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട്. പുനലൂരിൽ മത്സരിക്കാൻ വേണ്ടി പറഞ്ഞു. അത്രയും ദൂരം പോകണ്ട. പുനലൂർ ഞാൻ ആ ജിയോഗ്രഫി നോക്കി, മലയാണ് കംപ്ലീറ്റ്. ഗുരുവായൂർ അങ്ങനെയല്ല, കുറച്ചും കൂടി ജയിച്ചിട്ടുണ്ട്. ഇവിടുന്ന് 1 മണിക്കൂറുള്ളൂ ഗുരുവായൂരത്തിൽ, 1.5 മണിക്കൂർ പോയി അടുത്ത്. യൂനുസുവിൻ ജയിച്ച സ്ഥലം തന്നെയാണ്. പുനലൂരല്ല, പുനലൂര് ആരും ജയിച്ചിട്ടില്ല. പണ്ടൊരു കൃഷ്ണപിള്ളയായിരുന്നു ഞാൻ പഠിക്കുന്ന കാലത്ത്. പിന്നെ അദ്ദേഹം സുബാല് വന്നു, സുബാലിൻ്റെ അച്ഛൻ വന്നു, PS ഇങ്ങനെ മാറി വന്നു. അത് നമുക്ക് എവിടെയും മത്സരിക്കാം, ഒരുപാട് സീറ്റിലൊക്കെ മത്സരിക്കണം. ലീഗൊക്കെ തോൽക്കേണ്ട സ്ഥലത്തൊക്കെ തോറ്റാലും കുഴപ്പമില്ല. ലീഗ് മലബാർ പാർട്ടി എന്നാണ് പറയുന്നത്. ജയിക്കണം എന്ന് നിർബന്ധമില്ലല്ലോ. ഈ പാർലമെന്റിൽ ഇപ്പോൾ ഒരു സീറ്റ് കൂടി കൂടുതൽ ചോദിക്കുമെന്ന് കേൾക്കുന്നു. എന്താണ് അതൊക്കെ പാർട്ടി ചോദിച്ച് വാങ്ങുകയാണെങ്കിൽ വാങ്ങിക്കോട്ടെ. പാർട്ടി ലീഡർഷിപ്പ് അതിനെക്കുറിച്ചൊരു തീരുമാനം എടുക്കും. 5ാം മന്ത്രി പിന്നെ ഭയങ്കരമായിട്ട് പിന്നീട് വലിയ ദോഷം വെറുതെ ആളുകൾ പ്രശ്നം ഉണ്ടാക്കിയില്ലേ. ഞങ്ങൾക്ക് 5 മന്ത്രിക്കോ 6 മന്ത്രിക്കോ ഒക്കെ അർഹതയില്ലേ എന്ന് ചോദിച്ചാൽ എന്താ തെറ്റ്? അന്ന് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു, ഒരാളെ കൂടി അക്കോമഡേറ്റ് മന്ത്രിയാക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ്. അപ്പോൾ അത് ആ വിഷയം വന്നപ്പോൾ എത്ര പേരാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ CPI CPM ഒക്കെ ആ ഒരു കമ്മ്യൂണൽ ബാലൻസ് നോക്കിയിട്ടാണോ മിനിസ്റ്റേഴ്സിന് എടുക്കുന്നത്? അല്ലല്ലോ. ഞങ്ങൾ വന്നപ്പോഴേക്ക് നിങ്ങൾ 5ാമത്തെ മന്ത്രി ആരാന്നുള്ള വലിയ ഇഷ്യൂ ആയല്ലോ. 5ാമത്തെ ഒരു മന്ത്രി ലീഗിന് വേണമെന്നുള്ളതിന് വലിയ ഇഷ്യൂ ആയില്ലേ. എന്നാൽ ഇപ്പോൾ ജാതിയൊക്കെ നോക്കുകയാണെങ്കിൽ ഇവരൊക്കെ എടുക്കുന്ന മന്ത്രിമാരുടെ കൂട്ടത്തിൽ
എല്ലാം ബാലൻസ് ചെയ്തിട്ടാണോ? കമ്മ്യൂണൽ റൊട്ടേഷൻ അനുസരിച്ചല്ലല്ലോ. ദാദാ സാഹിബിന് പേഴ്സണലി വ്യക്തിപരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതായത് ഇപ്പൊ ലോക്സഭയിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു തട്ടകത്തിലേക്ക് കുറെ കൂടി ആപ്റ്റായിട്ടുള്ള ഒരാളാണ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് മുസ്ലിം ലീഗിൽ. പക്ഷെ അങ്ങനെ ഉള്ളൊരു താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ എപ്പോഴെങ്കിലും? അല്ല, അങ്ങനെ താല്പര്യത്തിന്റെ ആവശ്യമില്ല. ഞാൻ പാർട്ടി അങ്ങനെ മത്സരിക്കാൻ ആവശ്യപ്പെട്ടാൽ ഞാൻ മത്സരിക്കും, ഇല്ലെങ്കിൽ മത്സരിക്കില്ല. ഒന്നുമില്ല, മത്സരിച്ചാലും ഒന്നുമില്ല, മത്സരിച്ചില്ലെങ്കിലും ഒന്നുമില്ല. എവിടെയാണെങ്കിലും മത്സരിക്കാൻ റെഡിയാണ്. തോന്നുന്നു ഇനി ജയിക്കാനാണെങ്കിലും തോക്കും. തുല്യ നിന്ദ സ്തുതിർ മൗനി സന്തുഷ്ടോ ഏന കേനച്ചിത്തുന്നാണ് ഞാൻ പറഞ്ഞതാണ്. നിന്റെ കുലം നശിച്ചു പോട്ടെ, നിന്റെ ദോരക കടലെടുത്ത് പോട്ടെ, നീ എൻ്റെ മക്കളെയൊക്കെ കൊന്നു എന്ന് ഗാന്ധാരി പറഞ്ഞപ്പോഴേ അമ്മ ചരിത്രവതിയാണ്, അമ്മ പറയുന്നത് പോലെ നടക്കും, അങ്ങനെ നടക്കുകയുള്ളൂ പറഞ്ഞു. പക്ഷേ ദേഷ്യം വന്നില്ല. തുല്യ നിന്ദ സുധീർ മൗനിയാണ്, ഇവിടെ അങ്ങനെയാണ്. ഈ ഒറ്റൊരു ചോദ്യം കൂടി, അതായത് തുടർച്ചയായിട്ട് ഭരണത്തിൽ ഇല്ലാതിരിക്കുന്ന മുസ്ലിം ലീഗ് ഭരണത്തിന്റെ കുറെയൊക്കെ സൗകര്യങ്ങൾ ഉപയോഗിച്ചാണ് ലീഗ് എല്ലാ കാലം നിലനിൽക്കുന്ന വലിയ ആരോപണമുണ്ട്. യഥാർത്ഥത്തിൽ 10 വർഷമൊക്കെ അധികാര